ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഊട്ടിയിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട്, കോടനാട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കോടനാടും അങ്ങോട്ടുള്ള മനോഹരമായ റൂട്ടും കാണാം. ഞാൻ ഊട്ടിയിൽ നിന്നല്ല, കുന്നൂരിൽ നിന്നാണ് കോടനാട്ടേക്ക് പോകുന്നത്. കാരണം ഞാനും ഫ്രണ്ട്സും മേട്ടുപ്പാളയത്തു നിന്നും ടോയ് ട്രെയിനിൽ കൂനൂരിലേക്ക് വന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ആ ട്രെയിൻ യാത്രയാണ് നിങ്ങൾ കണ്ടത്. ആദ്യമായിട്ടാണ് ഞാനും അങ്ങോട്ട് പോകുന്നത്. പറഞ്ഞു കേട്ടിടത്തോളം അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. കുന്നൂരിൽ നിന്ന് 38 കിലോമീറ്ററും ഊട്ടിയിൽ നിന്ന് 47 കിലോമീറ്ററുമാണ് കോടനാട് വ്യൂ പോയിന്റിലേക്കുള്ള ദൂരം. പോകുന്ന വഴിയിലുള്ള ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, വേറെ ഒരു ലെവലാണ്. നീലഗിരിയുടെ ഉൾപ്രദേശങ്ങളിലേക്കാണ് ഈ ഒരു യാത്ര. ചെറിയ ചെറിയ കുന്നുകളും തേയിലത്തോട്ടങ്ങളും, അടിപൊളി കാഴ്ച. നീലഗിരി ജില്ലയിലെ കോത്തഗിരി താലൂക്കിലാണ് കോടനാട് ഉള്ളത്. കോടനാടിനെ കുറിച്ച് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സമ്മർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കോടനാട് ആണ്. അവിടെ ഒരു ഗേറ്റിലെ കാവൽക്കാരൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കേസും മറ്റും ഉണ്ടായിരുന്നല്ലോ. അന്ന് നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ ആ വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. കോടനാട് വ്യൂ പോയിന്റിലേക്ക് ബസ്സിലും വരാൻ കേട്ടോ. ഊട്ടിയിൽ നിന്നാണെങ്കിലും അതുപോലെ കുന്നൂരിൽ നിന്നാണെങ്കിലും കോത്തഗിരിയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. കോത്തഗിരിയിൽ നിന്നും നമ്മൾ കോടനാട്ടേക്കും ബസ്സിൽ വരണം. ഊട്ടിയിൽ ഞാൻ പല തവണ വന്നിട്ടുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ, തേയില ഫാക്ടറി, റോസ് ഗാർഡൻ, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണും. പിന്നെ ഒരു ബോട്ടിങ്ങും നടത്തിയിട്ട് മടങ്ങുകയാണ് പതിവ്. ഇത്തവണ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് കാണാത്ത കാഴ്ചകൾ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ തെരഞ്ഞു കണ്ടുപിടിച്ചതാണ് കോടനാട് വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റ് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണല്ലോ. ഈ വ്യൂ പോയിന്റ് കാണുന്നത് മാത്രമല്ല കേട്ടോ, നീലഗിരിയുടെ ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതും വേറിട്ട ഒരു അനുഭവമാണ്. ഇവിടെ ജനങ്ങളിൽ കൂടുതൽ പേരും കർഷകരാണ്. തേയിലത്തോട്ടങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ ഈ യാത്രയിൽ കാണുന്നത്. ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ തോട്ടങ്ങളും സൈഡിൽ കാണുന്നുണ്ട്. കൃഷി ചെയ്യാനായിട്ട് തട്ടുകളായിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്ന ഭൂമിയും കാണാനുണ്ട്. അതും ഒരു നല്ല കാഴ്ചയാണ്. ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങൾ ഒരു ചെറിയ ടൗൺഷിപ്പായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ കുറേ അധികം സ്ഥലങ്ങൾ കൃഷിഭൂമികളാണ്. ഈ കൃഷിഭൂമികൾ പിന്നിട്ട് കുറേ ദൂരം പോകുമ്പോൾ വീണ്ടും ഒരു ജനവാസ കേന്ദ്രം, അത് കഴിഞ്ഞാൽ വീണ്ടും കൃഷിഭൂമി. ഇങ്ങനെ ഒരു രീതിയാണ് ഇവിടെ. കൃഷിയെ മാറ്റി നിർത്തിയിട്ടൊരു ജീവിതം ഇവർക്കില്ല. കോത്തഗിരി ടൗണിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മളിപ്പോൾ. തട്ടായിട്ടുള്ള ഭൂമിയിൽ വീടുകൾ കുറേ കാണുന്നില്ലേ? ഈ ഒരു കാഴ്ച എന്തൊരു ഭംഗിയാണ്. ഭംഗിയുള്ള വീടുകളും ചെറിയ കുന്നുകളും തേയിലത്തോട്ടങ്ങളും എല്ലാമായിട്ട് ഒരു സൂപ്പർ ഫ്രെയിമാണിപ്പോൾ മുന്നിൽ കാണുന്നത്. നീലഗിരി മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് കോത്തഗിരി.
ഇപ്പൊ ഇടതുവശത്തുള്ള വ്യൂ കാണൂ. നേരിട്ട് കാണുന്ന അത്രയും ഭംഗി വീഡിയോയിൽ ഉണ്ടാകില്ല, എന്നാലും കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് കോടനാട്ടേക്ക് വരാനെടുത്ത തീരുമാനം എന്തായാലും നന്നായി. വഴിയരികിലെ കാഴ്ചകൾക്ക് അത്രയും മനോഹാരിതയുണ്ട്. റൈറ്റ് സൈഡിലെ വ്യൂ കണ്ടില്ലേ, ഒരപാര വ്യൂ. അതിൻ്റെ ഒരു ഭംഗി വിവരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ അറിയൂ. പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ കൊങ്ങിണിപ്പൂക്കൾക്ക് പോലും എന്തൊരു ഭംഗിയാണ്. ഈ പൂക്കൾക്ക് കൊങ്ങിണിപ്പൂക്കൾ എന്ന് തന്നെയല്ലേ നിങ്ങളും പറയുന്നത്? ഇവിടെ റോഡിൽ എന്തോ പണി നടക്കുന്നുണ്ട്. റോഡ് വളരെ ഇടുങ്ങിയതാണ്. ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തു, അപ്പോഴത്തേക്കും രണ്ട് സൈഡിലും കുറച്ച് വണ്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അവർ വേഗം തന്നെ വണ്ടികൾക്കൊക്കെ പോകാനുള്ള സൗകര്യം ഒരുക്കി തന്നു. ഇപ്പോൾ നമ്മൾ കോടനാട് ടീ എസ്റ്റേറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ കോടനാട് എസ്റ്റേറ്റ്. എസ്റ്റേറ്റിലേക്കുള്ള ഒരു ഗേറ്റ് ഇവിടെ കാണുന്നുണ്ട്. കാഴ്ചകളെല്ലാം മറച്ചിരിക്കുന്നു. ഒരുപക്ഷെ ബംഗ്ലാവിൻ്റെ കാഴ്ചകളായിരിക്കും മറച്ചിരിക്കുന്നത്. കുറ്റിച്ചെടി കൊണ്ട് മതിൽ കെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ടീ എസ്റ്റേറ്റ് കാണാം. ഈ എസ്റ്റേറ്റ് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ വലതുവശത്ത് ഒരു ചെടി മതിൽ, പക്ഷേ ഇതത്ര തിക്കല്ല കേട്ടോ. നേരത്തെ കണ്ടത് തിക്കായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് യാതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഒരു കൂട്ടം പശുക്കൾ റോഡിൽ. വഴി തടയുമോ? ഇല്ല. രക്ഷപ്പെട്ടു. മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ കോടനാട് വ്യൂ പോയിന്റിനടുത്തേക്ക് എത്താറായി. ടിക്കറ്റ് കൗണ്ടർ ഇതാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. റോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് റോഡില്ല. വാഹനങ്ങളും ഇവിടെ ഈ മരത്തിനെ ചുറ്റിയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ റോഡ് ഇതുവരേക്ക് മാത്രമേ ഉള്ളൂ. കോടനാട് വ്യൂ പോയിന്റ് വരേക്ക് മാത്രമേ ഈ റോഡുള്ളൂ. ഒരു മൂലയിൽ കാണുന്ന ഈ ഒരു വഴിയിലൂടെ ഇറങ്ങണം. നല്ല വീതിയുള്ള സ്റ്റെപ്സാണ്. താഴേക്ക് നോക്കി ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും, ഉറപ്പാണ്. മുന്നിൽ കാണുന്നത് എന്താ? സൈഡിലും വ്യൂ ഉണ്ട്. അവിടെ ആളുകളെയൊക്കെ കാണാനുണ്ടല്ലോ. ഞാൻ ഏതായാലും ആദ്യം ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണട്ടെ.
ഇവിടെ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയതുപോലെ തോന്നുന്നത്. നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കണ്ടിട്ട് പറയൂ എങ്ങനെ ഉണ്ടെന്ന്. താഴെ കുറേ മലകൾ, അതിൻ്റെ എല്ലാം ഏറ്റവും ടോപ്പ് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ മലകൾക്കിടയിൽ താഴ്വരകൾ, ഒരു മല പിന്നെ ഒരു താഴ്വര, വീണ്ടും മല, വീണ്ടും താഴ്വര. ഇത്രയും കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാനുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന അതേ കളറിലാണ് നേരിൽ കാണുന്ന ദൃശ്യവും. ഇനി ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴോ വേറൊരു രീതിയിൽ മറ്റൊരു ഭംഗി. ഈ മലകളുടെയൊക്കെ മുകൾ ഭാഗം വരെ കാണണമെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എത്ര ഹൈറ്റിലായിരിക്കും. ഒരു മലയുടെ വക്കിനാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. അവിടെ ഒരു പീക്ക് കാണുന്നില്ലേ, ഒരു പ്രത്യേക ഷേപ്പിൽ? അതാണ് രംഗസ്വാമി പീക്ക് ആൻഡ് പില്ലർ. ഒരു സ്വാമി ഇരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? ആ താഴ്വരയിൽ ഒരു ഗ്രാമം കാണുന്നുണ്ട്. തെങ്കുമരട എന്ന ഗ്രാമമാണിത്. ഒരു ചിത്രകാരൻ വരച്ചിട്ടതുപോലെ ഒരു ഫ്രെയിം. ഇനി താഴെ വ്യൂ പോയിന്റിൽ നിന്നുള്ള വ്യൂ എന്താണെന്ന് കാണാം. മഴയും കോടയും ഒന്നുമില്ലാത്ത ഒരു ദിവസമാണിന്ന്. അതുകൊണ്ട് ഈ മലയെല്ലാം വ്യക്തമായിട്ട് കാണാനുണ്ട്. അതിരാവിലെ സൂര്യോദയം കാണാൻ ഇങ്ങോട്ട് വരാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പല കളറുകളിലായിരിക്കും ആകാശവും ഭൂമിയെല്ലാം കാണുന്നത്. ഞാൻ അതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? അടിപൊളിയല്ലേ? നിങ്ങൾ ആരെങ്കിലും കോടനാട് വ്യൂ പോയിന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നിയതുപോലെയൊക്കെയാണോ നിങ്ങൾക്കും തോന്നിയത് എന്നറിയാനാണ്. രംഗസ്വാമി പീക്കിന് താഴെയായിട്ട് ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. മേടനാട് വാട്ടർഫാൾ ആണത്. കുറേ ദൂരെയാണത്. ഒരു വെള്ളിനൂല് പോലെയാണ് കാണുന്നത്. ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് 38 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു യാത്ര വേർത്താകുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ ആശങ്കയെല്ലാം തീർന്നു. 38 കിലോമീറ്റർ അല്ല, ഇരട്ടി ദൂരം യാത്ര ചെയ്തിട്ട് വന്നാലും ഒരു നഷ്ടവുമില്ല. ഇതുപോലൊരു വ്യൂ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എത്ര സമയം നോക്കി നിന്നാലും മതിയാവുന്നില്ല. ഇവിടുന്ന് പോവാനും തോന്നുന്നില്ല. പക്ഷെ പോവാതെ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാച്ച് ടവർ കണ്ടില്ലേ, വണ്ടി പാർക്ക് ചെയ്തിരുന്ന ആ സ്ഥലത്ത്. ഇനി അതിൻ്റെ മുകളിൽ എന്താണ്, ഒന്ന് കയറി നോക്കാം. ഇതിനുള്ളിലൊരു ബൈനോക്കുലർ ഉണ്ട്. 5 രൂപ കൊടുത്താൽ ബൈനോക്കുലറിലൂടെ നോക്കാം. മേടനാട് വാട്ടർഫാൾസ് കുറച്ചുകൂടി അടുത്ത് കാണാം. ഞാനും നോക്കി. കണ്ടത് നിങ്ങളെ കാണിക്കാൻ കഴിയില്ലല്ലോ. വാട്ടർഫാൾസിന് നല്ല വെള്ളമുണ്ട്. നല്ല ഫോഴ്സിലാണ് വെള്ളം വീഴുന്നത്. ഇവിടെ നിന്ന് നമുക്ക് രംഗസ്വാമി പീക്ക് ആൻഡ് പില്ലറും താഴ്വരകളും മലകളും എല്ലാം കാണാം. താഴേന്ന് കാണുന്നതാണ് കൂടുതൽ മനോഹരം. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഈ ഒരു കോടനാട് വ്യൂ പോയിന്റ് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണിത്. റോഡിൽ നിറയെ പൂക്കൾ വിതറിയിട്ടിരിക്കുന്നു. മുന്നിലൊരാൾക്കൂട്ടം, വാദ്യമേളങ്ങളും പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് ഒരു ഘോഷയാത്ര. സൈഡിൽ നോക്കി,
ഒരു ക്യാബേജ് തോട്ടം. അതിങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്നത് കാണാൻ എന്ത് രസമാണ്. അയ്യോ, ഇപ്പോൾ ഘോഷയാത്ര അടുത്ത് കാണാം. ഒരു ബോഡി കൊണ്ടുപോകുന്നതാണ്. ശ്മശാനത്തിലേക്കുള്ള യാത്രയായിരിക്കും. ഇവരിങ്ങനെ ആഘോഷമായിട്ടാണ് അടക്കാൻ കൊണ്ടുപോകുന്നത്. മറ്റൊരിടത്തെത്തിയപ്പോൾ നോക്കൂ, അതിമനോഹരമായ ഒരു തേയിലത്തോട്ടം. അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് ഭംഗിയാണ്. നടുക്കൊരു പാറയുമുണ്ട്, അതിനിടയിലൂടെ റോഡുണ്ട്. ആ റോഡിലൂടെ ഒന്ന് വണ്ടി ഓടിച്ച് പോയാൽ എങ്ങനെയിരിക്കും? പൊളിയായിരിക്കും അല്ലേ? വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാമോ? ഒന്ന് വിരലമർത്തിയാൽ മതിയല്ലോ. നിങ്ങളുടെ ഒരു ലൈക്ക് കാണുമ്പോൾ എനിക്കും അതിയായ സന്തോഷമാണ്. ഊട്ടിയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. അവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒന്നും ഇത്തവണ കാണാൻ നിന്നിട്ടില്ല. ഊട്ടി ഗൂഡല്ലൂർ റോഡിലൂടെ ഇങ്ങോട്ട് പോന്നു. പൈൻ ഫോറസ്റ്റിന് മുന്നിലെത്തിയപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തിട്ടില്ല. അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി. ഇതുവഴി പോകുന്നുണ്ടെങ്കിലും പൈൻ ഫോറസ്റ്റിൽ ഞങ്ങൾ ഇതുവരെ ആരും ഇറങ്ങിയിട്ടില്ല, കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണ്. നിറയെ പൈൻ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ചന്തമാണ്. കുറേ താഴോട്ട് ഇറങ്ങി വന്നാൽ ഇവിടെ ഒരു ലേക്കുണ്ട്. പക്ഷേ ഈ ലേക്കിൽ ബോട്ടിംഗ് ഒന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. ലേക്ക് ഇങ്ങനെ കാണാൻ തന്നെ എന്താ ഭംഗി. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളോടും പറയാനുണ്ട്, ഊട്ടിയിലേക്ക് വരുമ്പോൾ മെയിൻ അട്രാക്ഷൻസായ ബൊട്ടാണിക്കൽ ഗാർഡനും ബോട്ട് ഹൗസും എല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് നീലഗിരിയുടെ ഉൾപ്രദേശങ്ങളിലൂടെ ഒന്ന് പോയി നോക്കൂ. ആ യാത്ര അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും. കോടനാട് വ്യൂ പോയിന്റിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പോകണേ. അത് കാണാതിരുന്നാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. ഞങ്ങളിനി കേരളത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.